ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ പണി കഴിപ്പിക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത. ശിലാസ്ഥാപന ചടങ്ങിനിടെ ഭക്തരുടെ പ്രതിഷേധം. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം വക ഭൂമിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിനും മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ശിലാസ്ഥാപന അനാച്ഛാദന ചടങ്ങ് നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നമ്മുടെ മലബാറിലാകെയുള്ള ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനായി ഈ മേഖലയിൽ നടന്നു വരുന്ന എല്ലാവരും പ്രകീർത്തിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മാരിയമ്മ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഭാവി ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വികസന പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മലബാറിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ 1500-ലധികം വരുന്ന ക്ഷേത്രങ്ങളിൽ 1/3 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന, സ്വന്തം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ. നിലവിൽ ഉപയോഗശൂന്യമായി കിടന്ന കടമുറികളടങ്ങിയ കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം വരുന്നത്. 1 കോടി രൂപ ചെലവാണ് പുതിയ കെട്ടിടത്തിന് കണക്കാക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. താഴത്തെ നില മാരിയമ്മ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കും. ഇതിൽ 9 കടമുറികളാണ് വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ 8 ലക്ഷം രൂപ മാരിയമ്മ ക്ഷേത്രത്തിന് പ്രതിവർഷം വരുമാനം ലഭിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങളായ K ജനാർദ്ദനൻ, PK മധുസൂദനൻ, ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ KV സുരേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ PV സതീഷ് കുമാർ, AK ശങ്കരൻ, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ KP പ്രദീപ് കുമാർ, NK ബൈജു, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ B മുകുന്ദപ്രഭു, എക്സിക്യൂട്ടീവ് ഓഫീസർ M മഹേഷ് എന്നിവർ സംസാരിച്ചു. ഇതിനിടയിൽ എതിർപ്പുമായി ഒരു വിഭാഗം ഭക്തരെത്തി. കെട്ടിടം പണിയുന്നതിലൂടെ ക്ഷേത്ര ചൈതന്യം നഷ്ടപ്പെടുമെന്നാണ് ഇവരുടെ വാദം. മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് ദേവിയുടെ ഹിതമറിയാതെയാണ് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഏറെ സ്ഥലപരിമിതികൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ദേവാലയമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു പോകുന്നവരാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പരിമിതമായ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ ഹിതമറിയാതെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയാതെ ഒരു നിർമ്മാണ പ്രവർത്തനമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള ഭക്തജന പ്രതിഷേധം, ഭജനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനുള്ള സ്ഥലം പോലും ഇല്ലാതെ പരിമിതർക്ക് വളരെ ഞെരുങ്ങി നിൽക്കുന്ന നേരത്ത് ഇവിടെ നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വേദി നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അന്നദാനം 10 ദിവസത്തോളം അന്നദാനം നടക്കുമ്പോഴോ ആ അന്നദാനത്തിന് പോലും സൗകര്യമില്ലാത്തൊരു സ്ഥിതിക്കകത്തു നിന്നുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് ഇത്തരമൊരു തെറ്റായ തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. നാമജപം മുഴക്കിയായിരുന്നു പ്രതിഷേധം. സംഘർഷ സാധ്യത മുൻനിർത്തി സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.